എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നല്ലൊരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബീട്രൂട്ട് തോരനാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു തോരനാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ തോരന് വേണ്ടിയിട്ട് 2 മീഡിയം വലിപ്പത്തിലുള്ള ബീട്രൂട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു വെജിറ്റബിൾ ചോപ്പറിലാണ് ഇത് ഫൈനായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ചോപ്പറാണിത്. കഴിഞ്ഞ 6 മാസമായിട്ട് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ ബീട്രൂട്ട് ഇവിടെ നല്ല ഫൈനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളിത് ഗ്രേറ്റ് ചെയ്തെടുക്കരുത്. ഈ ഒരു തോരൻ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ നോക്കുക. ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാളയും 3 പച്ചമുളകുമാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇതിൻ്റെ കൂടെ തന്നെ 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1/2 കപ്പ് തേങ്ങയുമാണ് ചേർക്കുന്നത്. തേങ്ങയുടെയൊക്കെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് അല്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ആവാം. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം ഞാനൊരു 10 മിനിറ്റ് ഇത് മാറ്റി വയ്ക്കുന്നുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നാടൻ റെസിപ്പി ആയതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും 2 ചെറിയ വെളുത്തുള്ളി അല്ലി വളരെ ചെറുതായിട്ട് അരിഞ്ഞതും 2 ഉണക്കമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ വെളിച്ചെണ്ണയിൽ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇനി ഇതിലേക്ക് നമുക്ക് ബീട്രൂട്ടിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവ് കൂടരുത്. ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതുപോലെ എല്ലാം നമുക്കൊന്ന് സെൻറ്ററിലേക്കൊന്ന് ആക്കി വെക്കണം. എന്നിട്ടിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഏറ്റവും ചെറിയ തീയിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീട്രൂട്ട് അല്പം കൂടി ഒന്ന് വേവാനുണ്ട്. അതുപോലെ ആ വെള്ളത്തിൻ്റെ ഒരു ഈർപ്പമുണ്ടല്ലോ അതും കൂടി ഒന്ന് മാറാനുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം തുറന്ന് തന്നെ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ 5 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുത്തത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തീ അല്പം ഒന്ന് കൂട്ടി വയ്ക്കാം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ മാറ്റിയ ശേഷം 1-2 മിനിറ്റ് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ രീതിയിൽ തോരൻ തയ്യാറാക്കുമ്പോൾ തേങ്ങയൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അതുപോലെ ബീട്രൂട്ട് പ്രത്യേകിച്ച് വേവിച്ചെടുക്കേണ്ട കാര്യമില്ല. തേങ്ങയുടെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം കൂടി ഒരുമിച്ച് തന്നെ നമുക്ക് വേവിച്ചെടുത്താൽ മതിയാകും. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുതേ. ഈ റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.